മുറ്റത്തെ തൈമുല്ലപ്പൂക്കൾ, ഞങ്ങൾ മുറ്റത്തെ തൈമുല്ലപ്പൂക്കൾ, മുത്തിൻ വർണ്ണങ്ങൾ പോലെ തിളങ്ങും മന്ദാരപ്പൂവിന്തളങ്ങൾ, ഞങ്ങൾ നന്മയുടെ നറുമണപ്പൂക്കൾ, നന്മ തൻ പൂക്കൾ ഞങ്ങൾ, എങ്ങും നറുമണം വിതറും വർണ്ണങ്ങൾ, നല്ല ശീലങ്ങൾ നൽകി ഞങ്ങളെ നല്ലവരായി വളർത്തിയിടണേ നാഥ, നല്ലവരായി വളർത്തിയിടണേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ أشهد أن لا إله إلا الله. മക്കളെ, ബാങ്ക് കൊടുത്തു, ഇങ്ങ് കയറി വാ. കയ്യും കാലും കഴുകി വുളു എടുത്ത് നിസ്കരിക്കാൻ വരൂ. ഞാൻ ഇപ്പോൾ വരാം. ഉമ്മ, ഈ ഇക്ക ടോയ്ലറ്റിൽ കയറിയപ്പോൾ ഇടതുകാൽ അല്ല വെച്ചത്, ദുആഉം ചൊല്ലിയില്ല. അത് ഞാൻ മറന്നുപോയതാ ഉമ്മ. അല്ല, ഈ ഇക്കക്ക് ആ ദുആ ഒന്നും ചൊല്ലാൻ അറിയില്ല, അതുകൊണ്ടാ. എനിക്കറിയാം ഉമ്മ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഹബായിസ്. വാ വാ, നിസ്കരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അബു, വന്നിരുന്ന് ഖുർആൻ ഓദിക്കേ. ഉമ്മ, ഈ ഖുർആൻ എവിടെയാണ് അവതരിച്ചത്? അത് മക്കയിലാണ് മോനെ, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറന്ന മണ്ണിൽ. ഉമ്മ ഒരു പാട്ട് പാടിത്തരട്ടെ. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവിടം, പരിപൂർണ റസൂലുള്ള പിറന്നതും ഇവിടം, നിസാമിക കവിതകൾ ഉറവിട്ട ദിവിടം, മസ്നവി കുറവയാം അറബിക്കിട്ടിവിടം, തുടുത്ത സിക്കൂ മരത്തിന്റെ കനികളും, ജറാദെന്ന കിളികളും, ചൂടുകാറ്റിനൊലികളും, ഇടക്കിടക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും, ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്കമരങ്ങൾ നിര നിര നിരയായി, ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ ആയത്ത് ഏതാണ്? അതെനിക്കറിയാം ഉമ്മ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقرأ باسم ربك الذي خلق خلق الإنسان من علق
اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. മാഷാ അല്ലാഹ്, മിടുക്കൻ. ഉമ്മ, ഇത്താത്ത. ആ ഇത്താത്താന്റെ മോൾ ഉണർന്നോ? ആ എണീറ്റല്ലോ. എണീക്കുമ്പോഴുള്ള ദുആ ഓദിക്കേ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. ഉമ്മ, ഇന്ന് മിസ് പറഞ്ഞു നമ്മുടെ മാതാപിതാക്കളിൽ ഉമ്മയെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്ന്. അതേ മോനെ, ഉമ്മമാരാണ് മക്കൾക്കു വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ. കനിവിന്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുബർഗമാണെന്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. അസ്സലാമലൈക്കും. എന്താ ഈ വീഡിയോയിൽ പാട്ടും ബൈത്തുമൊക്കെ? വലൈക്കും അസ്സലാം ഉപ്പ. ഇതാ, ഇത് 3 പേരും കഴിച്ചോളൂ. ആ, നിങ്ങൾ എന്താ ഇത്രക്ക് വൈകിയത്? ഞാൻ ആ മരിച്ചുപോയ അലിയുടെ വീട്ടിലൊന്ന് പോയതാ. ആ മക്കളുടെ മുഖം കണ്ടാൽ സഹിക്കില്ല. എന്താ ചെയ്യുക? പടച്ചോന്റെ വിധിയെ തടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എന്താ ഉപ്പ, എന്തു പറ്റി? ഒന്നുമില്ല മക്കളെ, നിങ്ങളുടെ പ്രായത്തിലുള്ള ആ മക്കൾ ഇപ്പോൾ യതീമായല്ലോ എന്നോർത്തിട്ടാ. യതീമോ? അതെന്താ? മോളെ, ആ മക്കളുടെ ഉപ്പ മരിച്ചില്ലേ? ഇനി ആ മക്കൾ യതീമാണ്. ഇനി ആ കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. റൂബി, ആ പാട്ടൊന്ന് പാടിക്കൊടുത്തേ. റൂബി, ആ പാട്ടൊന്ന് പാടിക്കൊടുത്തേ. യതീമിനെ താണീകൊണ്ടെത്താഴും എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്ത് റസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തഖീങ്ങൾക്കാണ് സ്വർഗത്തിലെത്താഴം. യതീമിനെ താണീകൊണ്ടെത്താഴും എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്ത് റസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തഖീങ്ങൾക്കാണ് സ്വർഗത്തിലെത്താഴം. എല്ലാവരും എൻ്റെ അടുത്തൊന്ന് വന്ന് എന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഇത്രയൊക്കെയുള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും പോകും. ഇന്നലെ കണ്ടത് അലിയെ, ഇന്ന് അവൻ ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നല്ലത് ചെയ്ത് ജീവിച്ചാൽ അവൻ അവൻ്റെ ആഖിറം വെളിച്ചത്തിലാകും. എല്ലാവിധ പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നെയ്യുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര. അതെ, മരണം ഒരു സത്യമാണ്. നാളെ മരിക്കുന്ന നമ്മൾ എന്തിന് അഹങ്കരിക്കണം? നാളെ ആരോരുമില്ലാതെ കിടക്കേണ്ട ഖബർ എന്ന മണിയറയിൽ നമ്മുടെ കൂട്ടിനുണ്ടാവുക നമ്മൾ ചെയ്ത നല്ല അമലുകൾ മാത്രമാണ്. എല്ലാവരെയും സ്നേഹിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, നല്ല ബന്ധങ്ങളും അകലാതെ നോക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.